ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോണത് ഈ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യാതെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ഫണ്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ വഴുകിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്കൊരു മോട്ടിവേഷനായിട്ടാണ്. ഞാനൊരു പ്രൊഡക്റ്റ് പറയും. ഞാൻ ഇന്ന് പറയാൻ പോണ പ്രൊഡക്റ്റ് നാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ തുടങ്ങാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാനും സാധിക്കും. സ്റ്റുഡൻസിന് പാർട്ട് ടൈമായിട്ട് തുടങ്ങാൻ സാധിക്കും. എന്തിനധികം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഇതിന് ചില മാനദണ്ഡങ്ങൾ ഞാൻ വച്ചേർന്നു. നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, മാർക്കറ്റിലേക്ക് ഇറക്കാൻ നല്ലൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചില ക്രൈറ്റീരിയകൾ ഞാൻ വെച്ചിട്ടുണ്ട്, ചില മാനദണ്ഡങ്ങൾ. അതുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഇറക്കുള്ളൂ. ഒന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കിട്ടണതായിരിക്കണം. നമ്മുടെ ലോക്കലിൽ കിട്ടുന്ന ഒരു സാധനമായിരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുനിന്ന് ഇമ്പോർട്ടൊന്നും ചെയ്ത് അതൊന്നും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. അപ്പോൾ കേരളത്തിൽ അവൈലബിലിറ്റി ഉള്ളതായിരിക്കണം. 365 ദിവസം ഈ സാധനം നമുക്ക് കിട്ടണം. ചെറുതായിട്ട് തുടങ്ങാനുള്ള സാധ്യത ഉള്ളതായിരിക്കണം. അടുത്തത് അതിലൊരു വാല്യൂ അഡീഷൻ നമുക്ക് നടത്താൻ പറ്റണം. ഏറ്റവും അവസാനത്തതെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ്ങിന് സാധ്യത ഉള്ളതായിരിക്കണം. നാളെ ഒരു ദിവസം വളരണം, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോലും സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇത്രയും ക്രൈറ്റീരിയകൾ, ഇത്രയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന പൈനാപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യയാണ് പൈനാപ്പിൾ എക്സ്പോർട്ടിൽ 6ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ പ്രൊഡക്ഷൻ നടത്തുന്നത് വെസ്റ്റ് ബംഗാളിലും കർണാടകയിലുമാണ്. കേരളം പൈനാപ്പിൾ പ്രൊഡക്ഷനുള്ളൊരു നാട് തന്നെയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ പൈനാപ്പിൾ പ്രൊഡക്ഷന് അനുകൂലമാണ്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും പൈനാപ്പിൾ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയാണ് പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജില്ല. അപ്പം നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. പൈനാപ്പിൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആണ്. 365 ദിവസം സപ്ലൈ ഉണ്ട്. കാരണം സപ്ലൈ നിന്ന് പോവില്ല. എന്ത് സീസൺ, അതുപോലെ തന്നെ മഴക്കാലത്ത് കിട്ടും, വേനൽക്കാലത്ത് കിട്ടും, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. 365 പ്രൈസിൽ ചിലപ്പോൾ ചില വേരിയേഷൻ വന്നേക്കാം, പക്ഷേ 365 ദിവസം നമുക്ക് ഈ സാധനം കിട്ടും. തമിഴ്നാടിനെയോ കർണാടകയോ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്, ഫെമിലിയർ ആയിട്ടുള്ള ടേസ്റ്റാണ്. നമുക്ക് ജപ്പാനിൽ ചെന്ന് പൈനാപ്പിൾ കാണിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പൈനാപ്പിൾ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അപ്പോൾ എക്സ്പോർട്ടിങ് സാധ്യത അവിടെയുണ്ട് പൈനാപ്പിൾ പ്രൊഡക്റ്റിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സ്കെയിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പൈനാപ്പിളിലേക്ക് വരാനുള്ള ഒരു കഥ ഞാൻ ആദ്യം പറയാം. എൻ്റെ ഒരു അനുഭവം ഞാൻ ആദ്യം പറയാം. ഞാൻ ഈ ചാനൽ മുമ്പ് മുതൽ ഫോളോ ചെയ്യണവർക്കറിയാം, ഡൽഹിയിലെ പല മാർക്കറ്റുകളിലും ഞാൻ സന്ദർശിച്ച് അവിടുത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മാർക്കറ്റുകളിലെല്ലാം കണ്ടൊരു സാധനമാണ് ഈ പൈനാപ്പിൾ. ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അവിടെ, ചാന്ദിനി ചൗക്ക്, സദർ ബസാർ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റുകളിലെല്ലാം ചെറിയ പ്ലേറ്റിന് 10 രൂപ, വലിയ പ്ലേറ്റിന് 20 രൂപ എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ വിൽക്കുന്നുണ്ട്. ആ പൈനാപ്പിൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയോ? അത് കേരളത്തിൽ നിന്ന് പോണ പൈനാപ്പിളാണ്. ഞാനത് അവരോട് ചോദിച്ചു, കേരളത്തിൽ നിന്ന് വന്ന പൈനാപ്പിളാണ് അവരവിടെ കട്ട് ചെയ്ത് ചെറിയ പ്ലേറ്റിൽ 10 രൂപക്ക് വിൽക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നിന്ന് പൈനാപ്പിൾ പോയി ഉത്തരേന്ത്യയുടെ അങ്ങേ അറ്റത്ത് ന്യൂഡൽഹി വരെ സാധനം ചെന്ന് അവിടെ ഉള്ള ആളുകൾ അത് വാങ്ങിച്ച് കട്ട് പീസാക്കി ചെറിയ പ്ലേറ്റിൽ 10 രൂപക്ക് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ ലാഭം അവർക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ മൂക്കിനെ താഴെ കിടക്കണ ഈ പൈനാപ്പിൾ നമ്മളെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുള്ള? അവർക്ക് ലാഭം എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ലാഭം എടുത്തുവിടുക? എന്താണ് പ്രൊഡക്റ്റ്? ഇനി പ്രൊഡക്റ്റിലേക്ക് വരാം. ഓക്കെ, ഈ കഥകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് പ്രൊഡക്റ്റ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കണം. വളരെ സിമ്പിളാണ്. പൈനാപ്പിളിൻ്റെ കട്ട് പീസ് ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വലിയ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഈ മന്തി അതുപോലെ തന്നെ ബിരിയാണി എല്ലാം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഈ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കുന്നത് അധികം ഈ പാൽപ്പേടയൊക്കെയാണ്. പഞ്ചസാരയുടെ ബഹളമാണ് അതിൽ. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പലരും അതാണ് വാങ്ങിക്കണം. ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് ഈ പാൽപ്പേടയൊക്കെ കഴിക്കുന്നുണ്ട്. ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ദഹനത്തിന് സഹായിക്കുന്നു. എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിഞ്ഞൂടാ. സംഗതി ഒട്ടുമിക്ക കടകളുടെയും ഈ റെസ്റ്റോറൻറ്റുകളിലും ഈ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പൈനാപ്പിൾ ദഹനത്തെ സഹായിക്കും എന്നുള്ളത് എന്താ പറയുക, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പൈനാപ്പിൾ കട്ട് പീസുകൾ വെച്ചുകൂടാ?
റെസ്റ്റോറൻറ്റുകൾ, കാരണം ഇത് പൈനാപ്പിളിലുള്ള എൻസൈമുകൾ ദഹനത്തെ സഹായിക്കുന്നതാണ്, ഓൾറെഡി പ്രൂവനാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പഞ്ചസാരയോട് വിരക്തിയുള്ള ഒരുപാട് ആളുകളുണ്ട്, പഞ്ചസാര ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് യുവതലമുറയിൽ, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു പക്ഷേ അത് പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയകളിൽ നിങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന കിൻഡർ ഗാർഡൻ, നഴ്സറി സ്കൂള്, അതിനോട് ചേർന്നിട്ടുള്ള ഷോപ്പുകളിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം പേരൻസ് ഒരു ഹെൽത്തി ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ഈ പൈനാപ്പിളിനെ പിക്ക് ചെയ്തേക്കാം. പലരും ചോദിച്ചേക്കാം ഷെൽഫ് ലൈഫ് എങ്ങനെയാണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഫ്രഷായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പൈനാപ്പിളിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഒരു റെസ്റ്റോറൻറ്റിൽ ഏത് സമയത്താണ് കൂടുതൽ ഓർഡർ വന്നത്, ചിലപ്പോൾ 6 to 10 ഏറ്റവും കൂടുതൽ ഓർഡർ വന്ന സമയം. അപ്പോൾ അതിക്ക് മുമ്പ് നിങ്ങൾ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുത്താൽ മതി. ഈ 2-3 സ്ഥലത്തു നിന്ന് റിജക്ഷൻ വരാൻ നേരത്ത് തന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുക, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ മാർക്കറ്റിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലാതെ പൈനാപ്പിൾ ഡ്രൈ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. സൺ ഡ്രൈ വേണമെങ്കിൽ ചെയ്യാം, വെയിൽ യൂസ് ചെയ്ത് നമ്മുടെ സാധാ വെയിലത്ത് ഉണക്കിയിട്ട് വേണമെങ്കിൽ പൈനാപ്പിളിനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷെൽഫ് ലൈഫ് ഒന്നും കൂടി കൂടും, 2-3 മാസം വരെ ഇരിക്കും. അത് ഈ ഡ്രൈ ഫ്രൂട്ടായിട്ട് വിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മൾ വിൽക്കുന്നത് ഡ്രൈ ഫ്രൂട്ടല്ല. ഡ്രൈ ചെയ്ത പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട് എന്നുള്ള രീതിയിലല്ല വെക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അതിന് പുതിയൊരു പേരിടും, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അതിനൊരു എന്താ പറയുക, ഈ ഡൈജഷൻ ബൂസ്റ്റർന്നോ അതല്ലെങ്കിൽ എനർജി ബാർന്നോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഒരു യുണീക്കായിട്ടുള്ളൊരു മോഡേൺ പേര് കൊടുത്തിട്ടായിരിക്കും അത് സെല് ചെയ്യേണ്ടത്. വെറുതെ ഡ്രൈ ഫ്രൂട്ടായിട്ട് വിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെ ഡ്രൈ ഫ്രൂട്ടുകാരായിട്ട് നിങ്ങൾ മത്സരിക്കേണ്ടി വരും. ഈ മത്സരം കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്ന സ്പോട്ടുകളിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഡൽഹിയിലെ മിക്ക മാർക്കറ്റുകളിലും ഈ സാധനമുണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഇതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ ചെറിയ പ്ലേറ്റുകളിലാക്കി ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സുകളിലാക്കിയിട്ട് സെർവ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചേക്കാം പൈനാപ്പിൾ നാട്ടിൽ നല്ലോണം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളുടെ പൈനാപ്പിൾ അവർ വാങ്ങണമെന്നുള്ളത്. പല മേജർ സിറ്റികളിലും സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു ബിരിയാണി കഴിച്ചെന്ന് കരുതി ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോയി ഒരു കഷ്ണം പൈനാപ്പിളിന് വേണ്ടി മുഴുവൻ പൈനാപ്പിൾ വാങ്ങിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് അതിൽ നിന്നൊരു പീസ് കഴിക്കണേയാണോ ഈ വ്യക്തിക്ക് ലാഭം? അതല്ല, ഓൾറെഡി ജസ്റ്റ് റെഡി ടു ഈറ്റ് എന്നുള്ള ഫോമിൽ നിങ്ങളുടെ കണ്ടെയ്നർ ബോക്സിലുള്ള പൈനാപ്പിൾ എടുക്കണേയാണോ? ഒരു സുഖസൗകര്യം ഫോക്കസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ തീർച്ചയായിട്ടും ആ കണ്ടെയ്നർ ബോക്സ് പിക്ക് ചെയ്യും. അത് റെഡി ടു ഈറ്റ് ആണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, കഴിക്കുക. ഇനി അതിനുവേണ്ടി കടയിൽ പോയി പൈനാപ്പിൾ വാങ്ങിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബിസി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണ എല്ലാ ജില്ലകളിലും ഒരു സിറ്റി ഉണ്ടാവും. ആ സിറ്റിയോട് ചേർന്നിട്ടുള്ള ഷോപ്പുകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിരിക്കും ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം. നിങ്ങൾക്കിത് പ്രൊവൈഡ് ചെയ്യുക. ഈ പാൽപ്പേട ഈ റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പൈനാപ്പിൾ എത്തിപ്പെടാൻ എന്താണ് ഇത്ര പാട്? പാൽപ്പേടൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല, ഒരു കുപ്പിയിലിട്ടത് അവിടെ വെച്ചിട്ടുണ്ട് അവർ. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള പഞ്ചസാരയുടെ ബഹളമാണ് അതിൽ. ചിലപ്പോൾ പാൽപ്പേടയുടെ പ്രിൻ്റ് വരെ പാൽപ്പേടമേ തന്നെയാണ്, കവർ മറച്ചൊക്കെ ഇട്ടിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്തി ആൾട്ടർനേറ്റീവ് അവിടെ വന്നു. പിന്നെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ പാക്കേജിങ് ചെയ്തിട്ട് പേരൊക്കെ എല്ലാം ചേഞ്ച് ചെയ്യണം, സ്റ്റിക്കർ അടിക്കണം, നല്ല രീതിയിൽ വലിയ രീതിയിൽ സ്റ്റിക്കർ അടിക്കണം. പാക്കേജിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ താഴെ കൊടുത്തേക്കാം. ആ രീതിയിൽ ചെയ്യുക. ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്ന ലൈസൻസ് കൂടി വന്ന FSSAയും പാക്കർ ലൈസൻസും ഇതിന് മതിയായിരിക്കും. അത് ഉപജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്ത് തന്നെ എന്തോ സ്കീം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, സംരംഭകരെ സഹായിക്കാൻ. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. ഇനി അതല്ലെങ്കിൽ അക്ഷയ വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഈ FSSAയും പാക്കർ ലൈസൻസും എല്ലാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരം ബിസിനസ്സുകൾ. പിന്നെ പൈനാപ്പിളിന് നല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള അതുപോലെ വാല്യൂ അഡീഷൻ നടത്തിയിട്ടുള്ള പൈനാപ്പിൾ പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറ്റി അയക്കുക. ഇത് കേരളത്തിൻ്റെ പൈനാപ്പിളാണ് നിങ്ങൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാധാ ഒരു പൈനാപ്പിൾ അല്ല. മൊറീഷ്യസ് എന്താണെന്ന് തോന്നുന്നു ഈ പൈനാപ്പിൾ. കേരളത്തിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണ പൈനാപ്പിളിൻ്റെ ഒരു വെറൈറ്റി, അതിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ കാർഷിക സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റിയിട്ടുള്ള ടെക്നിക്കൽ നോളജ് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ChatGPT യൂസ് ചെയ്യാം. ഒരുപാട് സാധ്യതകളുണ്ട്. ഉള്ളത് കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടീവായിട്ട് എടുക്കേണ്ടത്. എല്ലാം വന്നതിന് ശേഷം ബെറ്റർ ടൈം ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവണ കാര്യമില്ല, തുടങ്ങലുണ്ടാവില്ല. അപ്പോൾ ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ വൈകിച്ച് 1 കൊല്ലം 2 കൊല്ലം ഈ കഥ കേൾക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി. ഒരു പ്രൊഡക്റ്റ് പോയിട്ട് ഇപ്പോഴും ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോകണ്ടെന്നല്ല, പക്ഷെ അതിൻ്റെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വരാൻ പോണ 5 കൊല്ലം എങ്ങനെയായിരിക്കും എന്നറിയാൻ ഒരു മാർഗമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ വരാൻ പോണ 5 വർഷത്തിൽ നിങ്ങൾ ചെയ്യാൻ പോണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ വരാനിരിക്കുന്ന 5 കൊല്ലങ്ങൾ. അപ്പോൾ റിസ്ക് എടുക്കുക എന്നുള്ള ചെറിയ റിസ്ക് എടുക്കുക. ഇവിടെ എത്ര രൂപയാണ് നഷ്ടം? ഓക്കെ, നഷ്ടം നമ്മളിത് വിൽക്കണത് പൈനാപ്പിൾ ചക്കത്തോട്ടത്തിൻ്റെ നടുക്ക് വീടുള്ള ഒരുത്തനല്ല. അവരല്ല നമ്മുടെ കസ്റ്റമർ. നമ്മളെ ടാർഗറ്റഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബിസി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണ ഫ്രഷ് ഫ്രൂട്ടായിട്ട് വിൽക്കുന്നവർക്ക് അങ്ങനെ വിൽക്കാം. പിന്നെ പലരും ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഈ ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ഫൈബർ കണ്ടൻറ്റൊക്കെ അരച്ച് കലക്കി അടിച്ച് ഇവർ പുറത്ത് കളയും. ശരീരത്തിന് വളരെ വേണ്ട ഒരു സാധനമാണ് അത്. ഡൈജഷനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന സംഗതികളാണ്. അതൊക്കെ അടിച്ച് കലക്കി പുറത്ത് കളയും. എന്നിട്ടൊരു വെള്ളം പോലത്തെ ഒരു സാധനങ്ങൾ കൊണ്ടുവരും, ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ പഞ്ചസാര അതിൽ കലക്കും. അതൊന്നും ഹെൽത്തി അല്ല. അപ്പോൾ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നതാണ്. നമ്മൾ 2 റിജക്ഷൻ വരുമ്പോഴത്തേക്കും അത് ഇട്ടേച്ച് പോകരുത്. നിങ്ങൾ കുറച്ച് നഷ്ടം വന്നാൽ എത്ര രൂപ നഷ്ടം വരും? കൂടി വന്നാൽ 5000 രൂപ നഷ്ടം വരും. 2 ഷൂ വാങ്ങിക്കണ കാശേ ഉള്ളൂ 5000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തുടങ്ങണമെന്ന് ഉള്ളവർക്ക് തുടങ്ങാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പഠിക്കുന്ന ആളാണെങ്കിൽ MBA പോലുള്ള പല ബിസിനസ് കോഴ്സുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ പാർട്ട് ടൈമിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയൊരു കാര്യമാണ്. വാല്യൂ അഡീഷന് സാധ്യതയുള്ളതാണ്. ഫ്രഷ് പൈനാപ്പിളായിട്ട് വിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡ്രൈഡ് പൈനാപ്പിളായിട്ട് വിൽക്കാം. അതിൽ നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് എനർജി ബാർന്നോ ഡൈജഷൻ ബൂസ്റ്ററിനോ അങ്ങനെ പേരൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. 365 ദിവസം ഈ സാധനം കിട്ടും. വളരാൻ സാധ്യതയുള്ളതാണ്. വാല്യൂ അഡീഷന് പറ്റും. എക്സ്പോർട്ട് സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ സാധ്യതയുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം. അതും ഈ 365 ദിവസം വലിയ സീസണാലിറ്റി അഫക്റ്റ് ചെയ്യാത്തൊരു ഫ്രൂട്ടാണ്. അതും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കാർഷിക സർവകലാശാലകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടും. എന്തോരം മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞാലാണ് ഇത്ര നാൾ ഇത് ഇരിക്കുക എന്നൊക്കെയുള്ള ടെക്നിക്കൽ നോളജൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ലോക്കൽ കാർഷിക സർവകലാശാലകളൊക്കെ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പല സ്ഥലത്തും ട്രെയിനിങ് ഉണ്ട്, ഇൻക്യുബേഷൻ സെൻറ്ററുകളെല്ലാം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി അവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ തുടങ്ങാതിരിക്കരുത്. നിങ്ങൾക്ക് മറ്റ് മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ChatGPTയുടെ സഹായം നിങ്ങൾക്ക് തരാം. വളരെ അഡ്വാൻസ്ഡാണ് ആ സിസ്റ്റം. ChatGPT ഒരുപാട് മറുപടികൾ നമുക്ക് പറഞ്ഞു തരും. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.